ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മുടെ 7th CBSE ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഡൽഹി സുൽത്താൻസ് എന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിൽ ആരൊക്കെയായിരുന്നു നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിൽ ഭരണം നടത്തിയത്, അതൊക്കെയായിരുന്നു നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കിയാലോ നമുക്ക്? നമുക്ക് നോക്കാം. നമ്മുടെ റൂളേഴ്സ് ഓഫ് ഡൽഹിയിലെ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കാം. ഇതിൽ രജ്പുത് ഡൈനാസ്റ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലെന്താണ്? ടൊമർ കിങ്സ് ആയിരുന്നു മക്കളെ. ആദ്യം തന്നെ ഡൽഹിയിൽ സീറ്റ് ഓഫ് പവർ ഭരണം, അതായത് സീറ്റ് ഓഫ് പവർ നേടിയതാരായിരുന്നു? രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ടൊമർ കിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ടൊമർ കിങ്സിനെ, അതായത് ചൗഹാൻ ഡൈനാസ്റ്റി എന്താണ്, ചൗഹാൻ രാജവംശം ടൊമർ ഡൈനാസ്റ്റിനെ എന്താണ് തോൽപ്പിച്ചുകൊണ്ട് പിന്നീട് ചൗഹാൻ രാജവംശത്തിൽ വരായിരുന്നു അല്ലെ. അപ്പൊ ഇത് രജ്പുത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് രജപുത്ര വിഭാഗത്തിലെ ആളുകളായിരുന്നു ഡൽഹിയിൽ ആദ്യമായിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നപ്പോഴാണ് നമ്മുടെ സുൽത്താനേറ്റ് പീരീഡ്. ഓക്കെ, എന്താണ്, ഏത് വർഷം തൊട്ടാണ്? 1206 to 1526 വരെ ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹി ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു സുൽത്താൻമാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏർലി ടർക്കിഷ് റൂളേഴ്സ് ഇല്ലേ, അല്ലെങ്കിൽ തുർക്കിഷ് എന്നൊക്കെ പറയും. ഇവരെ എന്താണ് നമുക്ക് അടിമ വംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി, മാംലുക് ഡൈനാസ്റ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഇതിൽ അതായത് നമ്മുടെ മാംലുക് അല്ലെങ്കിൽ നമ്മുടെ ഏർലി ടർക്കിഷ് റൂളേഴ്സിൽ ഭരണത്തിൽ വന്നത് ആദ്യം ആരാണ്? കുതുബുദ്ദീൻ ഐബക്കാണ്. അതിനുശേഷം ഇൽത്തുമിഷ് വന്നു കേട്ടോ. ഇൽത്തുമിഷ് കുറെ കാലം ഭരണം നടത്തി. ഇൽത്തുമിഷിന്റെ മകളായ റസിയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റസിയൻ അധികം ഭരണത്തിൽ നിൽക്കാൻ സമ്മതിച്ചില്ല, മിസ് പറയാം. പിന്നെയോ ചിയാസുദ്ദീൻ ബാൽബൻ ഒക്കെ വന്നു. ഓക്കെ, പിന്നീട് വന്നത് ഖൽജി ഡൈനാസ്റ്റി ആയിരുന്നു. അതിൽ ഫേമസ് ആയിട്ടുള്ള റൂളർ അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു കേട്ടോ. ഫേമസ് ആയിട്ട് അദ്ദേഹമായിരുന്നു ഗുജറാത്തൊക്കെ ക്യാപ്ചർ ചെയ്തത്. ദെൻ തുഗ്ലക് ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു ഫേമസ് ആയിരുന്ന റൂളർ എന്ന് പറയുന്നത്. അതിന്റെ ശേഷം എന്താണ്? ചിയാസുദ്ദീൻ തുഗ്ലക്, ദെൻ മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, അവരൊക്കെ വന്നു. ദെൻ സയ്യിദ് ഡൈനാസ്റ്റിയിലെ കിസിർ ഖാൻ ആയിരുന്നു. ലോഡി ഡൈനാസ്റ്റിയിൽ എന്താണ്? ഇബ്രാഹിം ലോധി എന്നൊക്കെ പറയും. ഇബ്രാഹിം ലോധി ഒക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താണ് 1206 മുതൽ 1527 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഡൽഹി സുൽത്താനെ കുറിച്ചുള്ള ഹിസ്റ്ററി എങ്ങനെയാണ് എങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഡൽഹി സുൽത്താൻസ് ആണ്. അത് നമുക്ക് എന്താണ്? ഇൻസ്ക്രിപ്ഷനിലൂടെയും പിന്നെയോ കോയിൻസിലെ, പണ്ടത്തെ കോയിൻസിലൊക്കെ കാണാൻ പറ്റില്ലേ, റൂളേഴ്സിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ അല്ലേ. കോയിൻസിലൂടെയും ആർക്കിടെക്ചർ പ്രൊവൈഡ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, എക്സ്പെഷ്യലി വാല്യൂബിൾ ആർ ഹിസ്റ്റോറീസ് അല്ലേ. അതായത് നമ്മുടെ അവരുടെയൊക്കെ ഹിസ്റ്ററി അറിയാൻ നമുക്ക് എന്താ കോയിൻസിലൂടെ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താണ്? ആർക്കിടെക്ചറിലൂടെയും ഇൻസ്ക്രിപ്ഷനിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then താരിഖ് തവാരിഖ്. ഓക്കെ, താരിഖ് തവാരിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേർഷ്യയിൽ എഴുതിയിട്ടുള്ള കുറച്ച് ബുക്കാണ് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് വലിയ അതായത് ഡൽഹി സുൽത്താൻസ്മാരെ പറ്റി വലിയ എന്താണ് പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുള്ള 2 ബുക്കുകളാണ് അല്ലെങ്കിൽ 2 ലിറ്ററേച്ചേഴ്സുകളാണ് താരിഖും തവാരിഖും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തെക്കുറിച്ചാണ് ഈ താരിഖിലും തവാരിഖിലൊക്കെ പറയുന്നത് കേട്ടോ. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മുടെ സുൽത്താൻമാരുടെ ഹിസ്റ്ററി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഡൽഹി സുൽത്താൻ. നമുക്ക് മാനുസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം അല്ലെ. മാനുസ്ക്രിപ്റ്റ് എന്താണ്? മാനുസ്ക്രിപ്റ്റിലെ, അതായത് എഴുതപ്പെട്ട രേഖകളിലൂടെ നമ്മുടെ ഡൽഹി സുൽത്താൻമാരുടെ ഭരണങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചൊക്കെ എന്താണ് അന്നത്തെ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ, ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന എന്താണ്? എഴുതാൻ വേണ്ടിയുള്ള പേപ്പർ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? അദ്ദേഹം ചെയ്യുന്ന എന്താണ്? അവിടെ എഴുതുക അല്ലെ, സ്വന്തം കൈകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ആണ് അല്ലെ, ഹാൻഡ് റിട്ടൺ ആണ്. ദെൻ പിന്നീട് അദ്ദേഹം എന്താണ് ഹൈലൈറ്റ് ചെയ്യാനുള്ള പോയിന്റ് ഒക്കെ എന്താണ്? ഗോൾഡൊക്കെ വെച്ച് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീടോ ബൈൻഡ് ചെയ്യുക അല്ലെ, ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുക. അപ്പം മാനുസ്ക്രിപ്റ്റിലൂടെയൊക്കെ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളിലെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും സുൽത്താൻമാരുടെ. ഓക്കെ, പിന്നെ നോക്കിയോ കുറച്ച് പോയിന്റ്സ് ആണ്. ഈ തവാരിഖൊക്കെ അല്ലെ, താരിഷുക്കല്ലേ, ഈ തവാരിഖൊക്കെ താമസിച്ചിരുന്നത് ഡൽഹിയിൽ എന്താണ് ഡൽഹിയിലെ മെയിൻ ആയിട്ടുള്ള ടൗണുകളിലൊക്കെ ആയിരുന്നു. അവരെന്തിനു വേണ്ടിയിട്ട് അറിയോ? നമ്മുടെ ഡൽഹി റൂളേഴ്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് ഒക്കെ എഴുതുന്നതിനായിട്ട് അറിയോ? ഈ രാജാക്കന്മാരെ, സുൽത്താൻമാരുടെ കയ്യിൽ നിന്നാണ് അവർ ഹോപ്പ് ചെയ്യുന്നത് റിച്ച് റിവാർഡ്സിലെ വലിയ ഗിഫ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ തവാരിഖുകളൊക്കെ എന്താണ് അവരെ കുറിച്ച് പുകഴ്ത്തിയിരുന്നത്. ഓക്കെ, ദീസ് ഓതേഴ്സ് അഡ്വൈസ് റൂളേഴ്സ് ഓൺ ദ നീഡ് ടു പ്രിസർവ് ദ ഐഡിയൽ സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ബർത്ത് റൈറ്റ് ആൻഡ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ. മെയിനായിട്ട് അവർ എഴുതിയിരുന്നത് എന്താണ്? ബർത്ത് റൈറ്റ് ഇല്ലേ, ജന്മാവകാശത്തിനെ കുറിച്ചും ജെൻഡർ ഡിസ്റ്റിങ്ഷൻ, അതായത് പെൺകുട്ടികളെക്കാൾ ഉയർന്ന രീതിയിലാണ് പുരുഷന്മാർ, അങ്ങനത്തെ രീതിയിലുള്ള എഴുത്തുകളൊക്കെ ആയിരുന്നു ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെയോ
ദെൻ ഈ ഇൽത്തുമിഷിന്റെ ഡോട്ടർ ആയിരുന്ന റസിയ, ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇൽത്തുമിഷിന്റെ ഡോട്ടർ ആയിരുന്ന റസിയ സുൽത്താനായിട്ട് ഭരണത്തിൽ വന്നിരുന്നു. പക്ഷേ ഇതങ്ങനെ എന്താണ് അധികകാലം നീണ്ടു നിന്നില്ല. അത് അവരെ സമ്മതിച്ചില്ല, മെയിനായിട്ട് ഭരിക്കാൻ സമ്മതിച്ചില്ല. കാരണം എന്താണ്, യെസ്, ക്രോണിക്കിളായിരുന്ന മിന്നാജായി സിറാജ് എന്ന് പറയുന്ന ഒരു ക്രോണിക്കിളർ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു എന്താണ്, യെസ്, ഷീ വാസ് മോർ ഏബിൾ ടു ക്വാളിഫൈ ദാൻ ഓൾ ഹെർ ബ്രദേഴ്സ്. അവളുടെ ബ്രദേഴ്സിനെയും അച്ഛനൊക്കെ അപേക്ഷിച്ചാണ് അവൾ ഭയങ്കര ക്വാളിഫൈഡ് ആണ്. പക്ഷെ എന്താണ്, ബട്ട് ഹി വാസ് നോട്ട് കംഫർട്ടബിൾ അറ്റ് ഹാവിങ് എ ക്യൂൻ ആസ് റൂളർ. അദ്ദേഹത്തിന്, അതായത് ഈ മിന്നാഷ് ഐ സിറാജ് എന്ന് പറയുന്ന ക്രോണിക്കിൾ അത് അത്ര പിടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അത്ര പിടിച്ചിട്ടില്ല. കാരണം എന്താണ്, ഒരു ലേഡി റൂളറായിട്ട് വരിക എന്നുള്ളത് അദ്ദേഹത്തിന് അത്ര പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരും മക്കളെ. ബൈ.